അമ്മയ്ക്കെന്താ അമ്മേ ഒരു വിധവയുടെ രീതികൾ പിന്തുടരാൻ ഇത്ര മടി? അമ്മയുടെ ഓരോ കോപ്രായങ്ങൾ കണ്ട് നാട്ടുകാർ ചിരിക്കുമ്പോൾ നാണക്കേടുകൊണ്ട് താഴ്ന്നു പോകുന്നത് എൻ്റെ തലയാ. അമ്മ കാരണം, അമ്മയുടെ പ്രവർത്തികൾ കാരണം സ്വന്തം ഭാര്യയുടെയോ അവളുടെ കുടുംബക്കാരുടെയോ മുഖത്തേക്ക് എനിക്ക് തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റുന്നില്ല അമ്മേ. അമ്മ എൻ്റെ ആ പഴയ അമ്മ ആയാൽ മതി. എന്നെ മാത്രം സ്നേഹിച്ച് എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച എൻ്റെ പഴയ ആ അമ്മയെ മതി എനിക്ക്. ഒരു കൊച്ചുകുട്ടിയുടെ ശാഠ്യത്തോടെ പറയുന്ന വിഹാന് യാതൊരു വികാരപ്രകടനവുമില്ലാതെ വെറുതെ നോക്കി നിന്നു അപർണ. അവനു പുറകിൽ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന പപ്പിക്ക് നേരെ ഒരിക്കൽ പോലും ഒന്ന് ശ്രദ്ധ തിരിച്ചതുമില്ല അവർ അർഹിക്കുന്ന അവഗണന അവർക്ക് നൽകാനെന്ന പോലെ അവരെ രണ്ടുപേരെയും വീണ്ടും ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കാതെ കൈകൾ വീശി ശുദ്ധവായു ശ്വസിച്ച് ജോഗിംഗ് ഗ്രൗണ്ട് ലക്ഷ്യം വെച്ച് നടന്നു അപർണ. തങ്ങളിൽ നിന്ന് നടന്നകലുന്ന അമ്മയെ വ്യസനത്തോടെ നോക്കി നിഹാൽ നിൽക്കുന്നത് കണ്ടതും പപ്പിയിൽ ദേഷ്യം ഇരച്ചെത്തി. കഴിവുകെട്ടവൻ! ചുണ്ടുകൾക്കിടയിലിട്ട് പുച്ഛത്തിൽ പിറുപിറുത്തവൾ. ശേഷം അവൻ്റെ ഷോൾഡറിൽ പിടിച്ച് ബലമായി തനിക്ക് നേരെ നിർത്തി. നിന്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ പ്രശ്നവുമുണ്ട് നിഹാൽ. പ്രശ്നമെന്നല്ല അതിന് പറയേണ്ടത് ശരിക്കും. അല്ലെങ്കിൽ ഈ കൊച്ചുവെളുപ്പാൻ കാലത്ത് ദേഹത്തിറങ്ങി കിടക്കുന്ന ബനിയനും പാൻറ്റും ഇട്ട് ആണുങ്ങളുടെ കൂടെ ആ ഗ്രൗണ്ടിൽ തുള്ളി മറിയാൻ അവർ പോവില്ലല്ലോ. ഞാൻ പറഞ്ഞത് വിശ്വാസം അല്ലെങ്കിൽ നീ ആ ഗ്രൗണ്ടിൽ ചെന്ന് നോക്കൂ. അവിടെയുള്ള സകല അവന്മാരുടെയും കണ്ണിപ്പോ നിന്റെ അമ്മയുടെ ശരീരത്തിലായിരിക്കും. വയസ്സ് 45 ആയെങ്കിലും 30കാരിയുടേത് പോലെയാണ് തള്ളയുടെ ശരീരവും സൗന്ദര്യവും ഇപ്പോഴും ഉള്ളത്. അവജ്ഞയോട് പറയുമ്പോൾ അപർണയോടുള്ള അസൂയ കൂടി നിറഞ്ഞിരുന്നു പപ്പിയുടെ ശബ്ദത്തിലെന്ന് തിരിച്ചറിയാൻ നിഹാലിനും സാധിച്ചില്ല. അല്ലെങ്കിൽ ഒന്നും സ്വന്തമായി ചെയ്യാനറിയാത്ത മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിതം സുന്ദരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം ചിന്തിക്കുന്ന നിഹാൽ ഒരിക്കലും തൻ്റെ അമ്മയെയോ ഭാര്യയെയോ തിരിച്ചറിയാൻ ശ്രമിച്ചില്ല. അങ്ങനെ ശ്രമിച്ചിരുന്നെങ്കിൽ അവൻ ഒരിക്കലും തൻ്റെ അമ്മയോട് പഴയ ജീവിതം മതി അമ്മയ്ക്കെന്ന് കെഞ്ചില്ലായിരുന്നു. അപർണയൊരു ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. യൗവനത്തിലെ ഭർത്താവിന് നഷ്ടമായിട്ടും മകൻ നിഹാലിനു വേണ്ടി മാത്രം കഴിഞ്ഞ 1-2 വർഷം മുമ്പേ വരെ ജീവിച്ചവൾ. മകനിലും അപ്പുറം തനിക്കൊരു ജീവിതമില്ല എന്ന് കരുതി യൗവനത്തിൻ്റെ നിറങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച് ജോലിയും വീടും നിഹാലും മാത്രമായി കഴിഞ്ഞ അപർണയുടെയും നിഹാലിൻ്റെയും ജീവിതത്തിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പത്മജ എന്ന പപ്പി കടന്നു വന്നത്. അതും ആദ്യം നിഹാലിൻ്റെ സുഹൃത്തായും പിന്നീട് അവൻ്റെ ഭാര്യയായും. IT പ്രൊഫഷണലായ നിഹാലിനെ സ്വന്തം അമ്മയിൽ നിന്നും അടർത്തിയെടുത്ത് ആദ്യം തൻ്റെ സുഹൃത്താക്കി പപ്പി. ആ സ്ഥാനത്ത് നിന്നും വളരെ പെട്ടെന്നാണ് അവനെ തൻ്റെ ഭർത്താവായി മാറ്റിയെടുത്തത്. അവളുടെ വാക്കുകൾ കേട്ട് ചലിക്കുന്നൊരു പാവ, അതാണ് ശരിക്കും നിഹാൽ. പപ്പിയുടെ വാക്കുകൾ മാത്രം കേൾക്കുന്ന അവളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ചലിക്കുന്നൊരു ഭർത്താവ്. നിഹാൽ മാറിയപ്പോഴാണ് ജീവിതത്തിലെ ഒറ്റപ്പെടൽ അപർണ അറിഞ്ഞു തുടങ്ങിയത്. നിഹാലിനെയും പപ്പിയെയും അവരുടെ ജീവിതത്തിലേക്കും ഇഷ്ടങ്ങളിലേക്കും അപർണ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വിട്ടയച്ചെങ്കിലും പപ്പി അപർണയെ വിട്ടൊഴിഞ്ഞില്ല. അവരുടെ ഏത് പ്രവൃത്തിയിലും കുറ്റം കണ്ടെത്തിയും നിഹാലിനോട് അവ പെരുപ്പിച്ചു പറഞ്ഞും അതിലൊരു വഴക്ക് അവർക്കിടയിൽ ഉണ്ടാക്കിയും ഒരു വല്ലാത്ത ലഹരി പപ്പി കണ്ടെത്തിയപ്പോൾ ശരിക്കും വലഞ്ഞുപോയി അപർണ. ജീവിതം വെറുത്തു തുടങ്ങി. പക്ഷെ തോറ്റു പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു അപർണ. നിഹാലിനെ കരുതി, അവൻ്റെ ജീവിതത്തെ കരുതി ഒരിക്കൽ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് എന്തെല്ലാം ആയിരുന്നുവെന്നോർത്ത് വീണ്ടും അവയെ തേടിച്ചെന്നു അപർണ. പഴയ സൗഹൃദങ്ങളെ തേടി കണ്ടെത്തുന്നതിനൊപ്പം തന്നെ പുതിയ സൗഹൃദങ്ങളും കൂടെ കൂട്ടിയവൾ. ഏത് ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ കഴിയുന്നൊരു മനസ്സുകൂടി പരുവപ്പെടുത്തിയെടുത്തവൾ. അതോടൊപ്പം പപ്പിയും അവളിലൂടെ നിഹാലും സൃഷ്ടിക്കുന്ന വഴക്കുകൾ കണ്ടില്ലെന്ന് നടിച്ചു നടന്നവൾ. ഇന്നും അപ്പൂനും മകൻ്റെയും മരുമകളുടെയും ഉപദേശം നന്നായി കിട്ടിയെന്ന് തോന്നുന്നല്ലോ. മുഖത്തിനിത്തിരി കനം കൂടിയതുപോലെ. രാവിലത്തെ അല്പസമയ സംസാരത്തിനിടയിൽ ഗ്രൗണ്ടിലെ സൗഹൃദങ്ങളിൽ ഏറെ പ്രിയപ്പെട്ട ഗോപൻ ചോദിച്ചതിനൊന്ന് ചിരിച്ചു അപർണ. തിരക്കുള്ള ഫോട്ടോഗ്രാഫറാണ് ഗോപൻ. മാസത്തിൽ പകുതിയിലധികവും യാത്രകൾ ചെയ്യുന്നവൻ. അപർണയുടെ അതേ പ്രായക്കാരൻ. വിവാഹം, കുടുംബം, കുട്ടികൾ തുടങ്ങിയ ബന്ധനങ്ങളോട് താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമൊരു പാതിയോ കുടുംബമോ കൂടെയില്ലാത്തവൻ. അപർണയെ അത്രയും അടുത്ത് അപ്പു എന്ന് വിളിക്കുന്ന ഒരേ ഒരാൾ. അമ്മ വയസ്സാം കാലത്ത് വഴിതെറ്റിപ്പോകുമോ എന്ന് അവർക്കൊരു സംശയവും പേടിയും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ എന്നെ ഉപദേശിച്ച് നന്നാക്കുന്നതല്ലേടോ. അതിനെ താനിങ്ങനെ പരിഹസിക്കാതെ ചിരിയോടെ തമാശയായി പറയുന്നവളെ ഇഷ്ടത്തോടെ വെറുതെ നോക്കി നിന്നു ഗോപനും. ഇന്ന് വരെ ആരോടും തോന്നാത്ത ഒരിഷ്ടം ഈ പ്രായത്തിൽ അപർണയോട് തോന്നുന്നത് എന്തിനേയും പോസിറ്റീവായി എടുക്കുന്ന അവളുടെ ഈ സമീപനം കൊണ്ട് കൂടിയാണ്. എടോ അപ്പു, ഇനിയെങ്കിലും ഇടയ്ക്ക് ഞാനെന്ന് പറഞ്ഞതിനെ പറ്റിയൊന്ന് ചിന്തിക്കടോ താൻ. ഇന്നേ വരെ കൂട്ടിനൊരാൾ വേണം കൂടെ എന്ന് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ തോന്നലുണ്ട്. തന്നെ കാണുമ്പോൾ മാത്രം.
വിവാഹമെന്ന കെട്ടുപാടോ കുട്ടികളെന്ന ബന്ധനമോ ഇല്ലാതെ തികച്ചും നമ്മളായി തന്നെ ജീവിക്കാം നമുക്ക്. എന്തോ വല്ലാത്തൊരാഗ്രഹം തോന്നുന്നു ഇപ്പോൾ. യാതൊരു മുഖവുരയുമില്ലാതെ തുറന്നു പറയുന്നവനെ ചിരിയോടെ നോക്കി നിന്നു അപർണയും. അതിനൊരു മറുപടി നൽകാൻ സമയമായിട്ടില്ല എന്നതുപോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യം വന്നില്ലേ നിഹാലിന്? ദേ നോക്ക്, ശരിക്കും കണ്ണു തുറന്ന് കണ്ടു നിന്റെ അമ്മയുടെ ആണുങ്ങളുമായിട്ടുള്ള ശൃംഗാരം. വയസ്സാം കാലത്ത് തള്ളയ്ക്ക്. തമാശകൾ പറഞ്ഞും സംസാരിച്ചും അപർണയും ഗോപനും നിൽക്കുന്നത് ദൂരെ നിന്ന് നിഹാലിന് കാണിച്ചു കൊടുത്തു പപ്പി. ഇനി മുതൽ രാവിലെ നടക്കാൻ എന്ന പേരിൽ അമ്മ വീടിന്റെ പടി ഇറങ്ങില്ല. വെറുതെയല്ല നാട്ടുകാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കുന്നത്. ഇതല്ലേ ഇവിടെ വന്നാലുള്ള അഴിഞ്ഞാട്ടം. ഞാൻ നോക്കട്ടെ അമ്മയെ നന്നാക്കാൻ പറ്റുമെന്ന്. ഇത്ര ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്കെങ്കിൽ പണ്ടേ ഒരാളെ കെട്ടായിരുന്നില്ലേ ഇങ്ങനെ അഴിഞ്ഞാടാൻ നിൽക്കാതെ. ഓടി എന്ന പോലെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ചുറ്റും കൂടി നിൽക്കുന്നവരെയൊന്നും ശ്രദ്ധിക്കാതെ അപർണയെ വലിച്ചു മുന്നിലേക്ക് നിർത്തി നിഹാൽ പറഞ്ഞതും അവന്റെ മുഖത്ത് അപർണയുടെ കൈകൾ ശക്തമായി പതിച്ചിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം അപർണയ്ക്ക് മുന്നിലൂടെ തലയും താഴ്ത്തി പിടിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ നിഹാലിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിൽ ഗോപനൊപ്പം മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവർ പോകുന്നത് നോക്കി നിന്നു അപർണ. വയസ്സാം കാലത്ത് അമ്മയുടെ അസുഖം എന്താണെന്ന് എൻ്റെ മകൻ തന്നെ കണ്ടുപിടിച്ച് തന്ന സ്ഥിതിക്ക് അതിനുള്ള മരുന്ന് അമ്മ വാങ്ങിയിട്ടുണ്ട്. ഇത് ഗോപൻ. ഇനി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒരുമിച്ചാണ് ചിലവഴിക്കുന്നത്. ആ ജീവിതത്തിൽ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഒരു മകനെ എനിക്ക് വേണ്ട. അവൻ്റെ അമ്മ എന്ന സ്ഥാനവും. അതുകൊണ്ട് നിന്റെ ഭാര്യയെയും കൂട്ടി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം നിഹാലെ നീ. ഉറച്ച ശബ്ദത്തിൽ അമ്മ പറഞ്ഞതോർത്ത് വിതുമ്പി നിഹാൽ. പടിയിറങ്ങിയപ്പോൾ അപർണയെ തൻ്റെ കാൽ കീഴിലാക്കി അവരുടെ സമ്പത്തും വീടുമെല്ലാം സ്വന്തം കൈപ്പിടിയിലാക്കാമെന്ന് വ്യാമോഹിച്ച പപ്പിയും നിരാശയോടെ അവന് പിന്നാലെ ഇറങ്ങി. അവർ സ്വയം വരുത്തിവെച്ച ഈ വിധിയിൽ ജീവിതത്തിൻ്റെ 2ാം പകുതി അപർണയ്ക്ക് സ്വപ്നതുല്യമാക്കി നൽകാനുള്ള ശ്രമത്തിലായിരുന്നു ഗോപൻ. ഇനി അവർ ജീവിക്കട്ടെ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.